പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച പകലിലാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും അതുപോലെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 വിട പറഞ്ഞു. രണ്ടാമത്തെ 10 വിട പറയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുന്ന, മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല സ്വഹാബിമാർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്വലാത്തുകളിൽ വളരെ ഉന്നതമായ ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ 12ഓളം വമ്പൻ പ്രതിഫലങ്ങളാണ്. നമ്മളൊക്കെ നടക്കൂല, അതൊന്നും ഇനി നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ സ്വലാത്തൊക്കെ അധികമായി ചൊല്ലുമ്പോൾ. സ്വലാത്ത് മാത്രം പോരട്ടോ, ഫർളായ കാര്യങ്ങളും കൂടി ചെയ്യണേ. അപ്പോൾ സ്വലാത്ത് ഏതാണ്, അതിൻ്റെ അർത്ഥം ഏതാണ്, എങ്ങനെയൊക്കെ ചൊല്ലണം, വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് പഠിച്ചാലോ. മാത്രമല്ല എൻ്റെ ഉമ്മമാരോട് എനിക്ക് സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനം ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട്. എൻ്റെ ഉമ്മമാർ പ്രത്യേകമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസുഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ, സലാമത്തിന്റെ, സന്തോഷത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മളെല്ലാവരും സുബഹി നമസ്കരിച്ചു അല്ലേ? സുബഹി നമസ്കരിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ? സുബഹി ഖളാ ആയി പോയ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ? ഉണ്ടെന്നായിരിക്കും പലരുടെയും മറുപടി അല്ലേ? ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണേ. നമ്മൾ ഖളാ വീട്ടണം. ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ഉദയം കാണിക്കുന്നത് ഏകദേശം 6:40. ഇവിടെയൊക്കെ സുബഹി ബാങ്ക് വിളിക്കുന്നത് 5:30. 5:30 സുബഹി ബാങ്ക്, 6 മണിക്കാണ് ഇവിടെയൊക്കെ. അരമണിക്കൂറുണ്ട് സുബഹി ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിൽ നിസ്കാരം, തിൻ്റെ ഇക്കാമത്ത് കൊടുക്കാനുള്ള ടൈം. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 6:40 എന്ത് ഉദയം. ഉദയം എന്നൊക്കെ നമ്മുടെ പള്ളിയിൽ എഴുതിയിട്ടുണ്ടാവും. ഉദയം അതായത് സൂര്യൻ ഉദിക്കുന്ന ഒരു ടൈം. അതായത് 6:40 എന്ന് എഴുതിയാൽ 6:40 ആകും. 6:41 നമ്മുടെ നിസ്കാരം, സുബഹി നമസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് ചില ആൾക്കാർ പറയുന്നത് ഹലാ ആയി പോകുമെന്നാണ്. ഹലാ എന്നല്ല, ഖലാ ആയി പോകും. നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാൾ ഇന്ന് എഴുന്നേറ്റത് 7 മണിക്കാണ്. അപ്പോൾ നോക്കുമ്പോൾ നിസ്കാരമൊക്കെ ഖലാ ആയി പോയി, ഇനിയിപ്പോൾ നിസ്കരിക്കേണ്ട. അങ്ങനെയല്ല കേട്ടോ. നിസ്കാരം ഖലാ ആയാലും ആ നിസ്കാരം ഖലാ വീട്ടണം. അതായത് അത് നിസ്കരിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ല എന്നുള്ളൊരു കുറ്റം കൂടി കിട്ടും. നിസ്കരിച്ചാൽ ഖലാ ആക്കിയ പറച്ചോരെ പറ്റിപ്പോയി റബ്ബേ, എന്നോട് പൊരുത്തപ്പെടേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അല്ലാഹു തആല പുറത്തു തരും. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സുബഹി നമസ്കാരം, വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ദുആയൊക്കെ ചെയ്യുന്ന ആളുകളെ. ഇന്നിപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ സുബഹി നിസ്കരിച്ചില്ലേ? സുബഹി നിസ്കരിച്ചിട്ടാണല്ലോ നമ്മളൊക്കെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത്. ഇനിയിപ്പോൾ ആണുങ്ങളൊക്കെ വേഗത്തിൽ ഇൻഷാ അല്ലാഹ് ജുമുഅക്ക് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പായിരിക്കും. അതുപോലെ തന്നെ സഹോദരിമാർ ഇനി പള്ളിയിലേക്കൊന്നും നിങ്ങൾ പോവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി. വീട്ടിൽ തന്നെ നിസ്കരിക്കാം. വീട്ടിൽ തന്നെ നിസ്കരിക്കുമ്പോൾ ളുഹർ നമസ്കാരം നിസ്കരിച്ചാൽ മതി. അത് 4 റക്അത്ത് റാഹത്തായിട്ട് ഇൻഷാ അല്ലാഹ് നിസ്കരിക്കുക കേട്ടോ. ആ ജുമയുടെ ബാങ്ക് പള്ളിയിൽ നിന്ന്, അതായത് ളുഹറിൻ്റെ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നമസ്കാരമൊക്കെ കൃത്യമാക്കുക കേട്ടോ. പിന്നെ താമസിപ്പിക്കേണ്ട. ജുമാ കഴിഞ്ഞ് ആണുങ്ങളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടേ നിസ്കരിക്കാൻ പറ്റൂ. അങ്ങനെ പലരൊക്കെ ചോദിച്ചു. ഞാൻ മുമ്പ് അതിൻ്റെയൊക്കെ ഉത്തരം പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ പള്ളിയിൽ നിന്നും വെള്ളിയാഴ്ച ദിവസത്തിലെ ഉച്ചക്കത്തെ ബാങ്ക് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാം കേട്ടോ. നജസൊന്നും ഇല്ല എങ്കിൽ ഉദുവൊക്കെ എടുത്ത് അങ്ങോട്ട് നിസ്കരിക്കാം. അപ്പോൾ വെള്ളിയാഴ്ചയാണ്. പിന്നെ ദുആ നല്ലപോലെ അധികരിപ്പിക്കണം. എൻ്റെ ഉമ്മച്ചിമാരെ നിങ്ങളൊക്കെ നല്ലവണ്ണം ദുആ ചെയ്യണം. ഉസ്താദേ ദ്വാരക്കണേ, ഉസ്താദേ ദ്വാരക്കണേ. എല്ലാ ഉസ്താദിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഇരിക്കരുത് കേട്ടോ. നമ്മളൊക്കെ ദ്വാരക്കണം. ഉസ്താദ് എത്ര ദുആ ചെയ്താലും നിങ്ങൾ സ്വന്തം നിങ്ങളുടെ കാര്യം പറയും പോലെ ആവൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഉസ്താദൊക്കെ ദ്വാരക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ എപ്പോഴും ദ്വാരക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഒരു കുടുംബമാണ് അല്ലെ? ഈ അർഷദ് ബദരി ഒഫീഷ്യൽ എന്ന് പറയുന്ന ഈ ചാനൽ ഏകദേശം 6.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് അത്രയും അംഗങ്ങളുണ്ട്. പക്ഷേ വീഡിയോ കാണുന്നവരൊക്കെ വളരെ കുറവായിരിക്കാം. ചിലപ്പോൾ 50,000 പേരോ 40,000 പേരോ അല്ലെങ്കിൽ 60,000 പേരോ 30,000 പേരോ ഒക്കെ ആയിരിക്കും വീഡിയോകൾ കാണുന്നത്. എന്തുമാവട്ടെ, അപ്പോൾ നമ്മളൊക്കെ ഒരു കുടുംബമായിരിക്കും. ഇങ്ങനെ തന്നെ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം ദുആ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം.
അള്ളാഹുവേ നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. പടച്ചോനെ, എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരാരൊക്കെയാണ്, എവിടെ വെച്ചാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല റബ്ബേ. പടച്ചോനെ, അവരുടെയും വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ ആ അർഷദ് ബദരി ഉസ്താദിന്റെ ആ ചാനൽ, നമ്മുടെ ഈ ചാനലിന്റെ താഴെ ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരങ്ങൾ വലിയ പ്രയാസത്തിലും സങ്കടത്തിലും ദുരിതത്തിലുമൊക്കെ ആയിട്ട് അവരൊക്കെ ഇങ്ങനെ ദുആ കൊണ്ട് വസിയ്യത്തായി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കമന്റായി എഴുതുന്നുണ്ട്. അവരുടെയും വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ എന്ന് നിങ്ങളുമൊക്കെ എന്ത് ചെയ്യണം? പരസ്പരം ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ ദുആ കൊണ്ട് പരസ്പരം നമ്മൾ സഹായിക്കുമ്പോൾ അള്ളാഹു നമുക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ദുന്യാവിലും തരും, നാളെ ആഖിറത്തിലും തരും. അള്ളാഹു തആല അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേഗത്തിൽ ദുന്യാവിലും നാളെ ആഖിറത്തിലും കിട്ടാൻ ഒരൊറ്റ കാര്യമാണ് ചെയ്യേണ്ടത്. അത് അസ്വലാത്തു അലൻ നബിയിൽ മുഖ്താർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലിയ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വലാത്തിന്റെ ഗുണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. നബിതങ്ങൾ തന്നെ പറയുന്നു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞ ഒരു കൽപ്പന നമ്മൾ അനുസരിക്കുകയാണ്. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്താണ്? അള്ളാഹു നമ്മളോട് പറഞ്ഞ കൽപ്പന എന്ത്? നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൂടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ നിർവഹിച്ചവരായി മാറുന്നു. രണ്ടാമത്തേത്, അള്ളാഹുവിനോട് സ്വലാത്തിൽ നമ്മൾ യോജിക്കലാണ്. അതായത് അള്ളാഹു തആല ചെയ്യുന്നു, അള്ളാഹിന്റെ മലക്കുകളും ചെയ്യുന്നു. എന്ത്? യുസല്ലൂന അലൻ നബി, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അത് ചിലപ്പോൾ പല പല രൂപത്തിലാവാം. അപ്പൊ അള്ളാഹു ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെ പ്രതിഫലം ഇരട്ടിയായി കിട്ടുന്നു. മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്നവന് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ധാരാളമായി കിട്ടും. അനുഗ്രഹം, ആ അനുഗ്രഹം അത് കുടുംബത്തിൻ്റെ രൂപത്തിലാവാം, മക്കളുടെ രൂപത്തിലാവാം, അത് പൈസയുടെ രൂപത്തിലാവാം, വാഹനത്തിൻ്റെ രൂപത്തിലാവാം, വീടിൻ്റെ രൂപത്തിലാവാം, ആരോഗ്യത്തിൻ്റെ രൂപത്തിലാവാം, സമ്പത്തിൻ്റെ, അങ്ങനെ അതായത് സന്തോഷത്തിൻ്റെ രൂപത്തിലാവാം. ഒരുപാട് നിഅമത്ത് അല്ലാഹു തആല അവനിക്ക് കൊടുക്കുമെന്നാണ്. മറ്റൊരു പ്രതിഫലം, അല്ലാഹു തആല അവന് 10 പദവികൾ ഉയർത്തിക്കൊടുക്കും. ഈ 10 പദവി എന്ന് പറഞ്ഞാൽ എന്താ? അത് ചിലപ്പോൾ ദുന്യാവിലായിരിക്കാം, അല്ലെങ്കിൽ ആഖിറത്തിലായിരിക്കാം. നമുക്ക് ദുന്യാവിൽ വലിയ പദവി ഒന്നും വേണ്ട, ആഖിറത്തിൽ പദവി വേണ്ടേ? അപ്പൊ സ്വലാത്ത് ചൊല്ലിക്കോ. പിന്നെയോ 10 ഗുണങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുന്നു, 10 പാപങ്ങൾ നമ്മുടെ പൊറുക്കപ്പെടുന്നു, 10 ആവശ്യങ്ങൾ നമ്മുടെ നിർവഹിക്കപ്പെടുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. അതിൽ 30 ആവശ്യങ്ങൾ ദുന്യാവിലെ, 70 ആവശ്യങ്ങൾ നാളെ ആഖിറത്തിലെ. അപ്പം അതുകൊണ്ട് സ്വലാത്ത് അധികമായി ചൊല്ലിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്നു, പാപങ്ങൾക്കുള്ള പരിഹാരമാണ്, നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു തിരുനോട്ടം നമുക്കുണ്ടാകും. മരണത്തിന്റെ സമയത്ത് ആ എളുപ്പവും സന്തോഷവും, അതുപോലെ ഖബറിൽ വലിയ തരത്തിലുള്ള സമാധാനവും ഉണ്ടാകും. ഇങ്ങനെ 12ഓളം പ്രതിഫലങ്ങളാണ് ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവനിക്ക് പെട്ടെന്ന് കിട്ടുക. അതല്ലാതെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ സഫലീകരിക്കപ്പെടും. അത് ചിലപ്പോൾ ദുന്യാവിലെ ഉദ്ദേശമാവാം, നാളെ ആഖിറത്തിലെ ഉദ്ദേശമാവാം. അപ്പം എന്തുമാവട്ടെ, നമുക്ക് ആവശ്യങ്ങൾ നിർവഹിച്ച് കിട്ടാൻ നമുക്ക് ഒരൊറ്റ വഴിയാണുള്ളത്, അത് സ്വലാത്ത് അധികരിപ്പിക്കലാണ് കേട്ടോ. പരമാവധി സ്വലാത്ത് ചൊല്ലിക്കോ. ഏത് സ്വലാത്ത് ചൊല്ലിയാലും ഗുണമാണ്. മഹാനായ ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിച്ചു, നബിയെ, യാ റസൂലല്ലാഹ്, ഇന്നി ഉക്സിറു സ്വലാത്ത് അലയ്യ, നബിയെ ഞാൻ നിങ്ങളുടെ പേരിലുള്ള സ്വലാത്തൊക്കെ ഒന്ന് അധികരിപ്പിക്കട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ എത്രയാണ് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്? നബിയെ, ഞാൻ രാത്രിയെ 3ആയി ഭാഗിക്കും, എന്നിട്ട് ഒരു ഭാഗം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സ്വലാത്ത് ചൊല്ലും. അപ്പോൾ ഞാൻ അത് 3ൽ 2 ഭാഗമാക്കട്ടെ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ആക്കിയാൽ നിനക്കത് ഖൈറാൻ. അപ്പോൾ വീണ്ടും ചോദിച്ചു, നബിയെ, ഞാൻ ആ രാത്രിയുടെ 3ൽ 3 ഭാഗവും ഞാൻ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലട്ടെ? അപ്പോൾ പറഞ്ഞു, നീ അങ്ങനെ ചൊല്ലിയാൽ നിനക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുമെന്നാണ്. ഒരിക്കലൊരു സ്വഹാബി വന്നു. ആ സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ വാപ്പാക്ക് കണ്ണ് കാണൂല, അതുപോലെ തന്നെ നടക്കാൻ പ്രയാസമാണ്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളാണ്. അതുകൊണ്ട് നബിയെ, താങ്കളെ എൻ്റെ വാപ്പാക്ക് കാണണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വലാത്താണ് പറഞ്ഞു കൊടുത്തത്. നബി തങ്ങൾ പറഞ്ഞു, സ്വലാത്ത് ധാരാളമായി ചൊല്ലാൻ പറ, എന്നെ മൂപ്പര് കാണുമെന്നാണ്. അങ്ങനെ അദ്ദേഹം സ്വലാത്ത് ചൊല്ലി 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നബി തങ്ങളെ സ്വപ്നത്തിൽ ആ അകക്കണ്ണുകൊണ്ട് നബി തങ്ങളെ കണ്ടു എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നബിതങ്ങളെ കാണാൻ കൊതിക്കുന്നവരാണ്, അല്ലേ? കൊതിക്കേണ്ടവരാണ്. നമ്മളൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നബിതങ്ങളെ കാണുക? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പറഞ്ഞു തരാം.
ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സ്വലാത്താണ്. നമ്മളൊക്കെ പലപ്പോഴും ഇത് ചൊല്ലാറുള്ളതാണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി വസല്ലിം. ഇതാണ് ആ സ്വലാത്ത്. നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലുന്നതാണ്. ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ്. ഖലല്ലാഹു ലഹു മിഅത്ത ഹാജ എന്നാണ്. 100 ആവശ്യങ്ങൾ അല്ലാഹു തആല നമുക്ക് ഈ സ്വലാത്ത് ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ നിർവഹിച്ചു തരുമെന്നാണ്. അപ്പം അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കരുതണം. ഏത്? പടച്ചോനെ, എൻ്റെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം, എൻ്റെ വിഷമ പ്രയാസങ്ങൾ മാറ്റി തരണം, എൻ്റെ സങ്കടങ്ങൾ മാറ്റി തരണം, എൻ്റെ രോഗങ്ങൾ മാറ്റി തരണം. ഞാനിതാ മുത്ത് റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കോ കേട്ടോ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി വസല്ലിം. നമുക്കൊരു 3 വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാലോ? അർത്ഥം എന്താണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ അഹ്ലി ബൈത്തിഹി വസല്ലിം. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും നീ ഗുണവും രക്ഷയും സമാധാനമൊക്കെ കൊടുക്കണേ എന്നൊക്കെയാണ് ഏകദേശം അർത്ഥം. ചൊല്ലിക്കോ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته وسلم. الحمد لله. ഈ സ്വലാത്ത് അത്ഭുതങ്ങൾ നിറഞ്ഞ സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലിക്കോ. മാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം മറന്നു പോവണ്ട. ഇന്നത്തെ ദിവസം നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല, നല്ലവണ്ണം ദുആ ചെയ്യുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم وفقنا فيه للصيام والقيام وتلاوة القرآن. ഈ ദുആ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കണേ. അതുപോലെ തന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആയും അധികരിപ്പിക്കണേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആയും നമ്മൾ അധികരിപ്പിക്കണേ. അതുപോലെ തന്നെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മറ്റൊരു ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പിന്നെയോ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആകൾ എന്തായാലും ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞിരിക്കണം. ഉമ്മമാരെ, നിങ്ങളുടെ ളുഹർ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഒപ്പം തന്നെ ഓടരുതേ. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കി, ഈ ദുആയൊക്കെ പറ. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് സ്വലാത്തുകൾ ചൊല്ല്, നല്ലവണ്ണം ദുആ ചെയ്യ്. നിങ്ങളുടെ ദുആ, ഉമ്മമാരുടെയൊക്കെ ദുആ, സ്ത്രീകളുടെ ദുആയൊക്കെ പടച്ചോൻ വേഗത്തിൽ സ്വീകരിക്കും. കാരണം അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരാണ്, അല്ലേ സങ്കടങ്ങൾ ഒരുപാട് കണ്ട് അനുഭവിച്ചവരാണ്. സത്യം പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനകൾ വിഷമങ്ങളൊക്കെ സഹിക്കുന്നത് അവിടുത്തെ ഉമ്മമാരാണ്. പക്ഷെ അവരാരോടൊന്നും പറയൂല. മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാവും, ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും, ഒരുപാട് നീറുന്ന 100 പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന എത്രയോ സഹോദരിമാർ, എത്രയോ സഹോദരങ്ങൾ ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കുന്നവരുണ്ട്. അല്ലെ, ഭർത്താവിൻ്റെ ഉമ്മയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ ആ ഒരു വലിയ കുത്തുവാക്കുകളും അതുപോലെ തന്നെ വിഷമിപ്പിക്കലുകളും ഒക്കെ അങ്ങനെ ആ ഒരു സങ്കടത്തിൽ കഴിയുന്ന എത്രയോ സഹോദരിമാരുണ്ടാകും. അള്ളാഹു എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ വിഷമങ്ങൾ, വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന കുടുംബക്കാരുണ്ടെങ്കിൽ, സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നീ വലിയ ഖൈറ് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ആ വേദനിപ്പിക്കുന്നവർക്ക് നീ സൽബുദ്ധി കൊടുക്കണേ അല്ലാ. അപ്പം നിങ്ങളുടെയൊക്കെ ദുആ ഇൻഷാ അല്ലാഹ് എന്തായാലും പടച്ചോൻ സ്വീകരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. മാത്രമല്ല ഉപ്പമാർ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. പരസ്പരം ദുആ കൊണ്ട് സ്നേഹിക്കുന്നവരാവണം, ദുആ പരസ്പരം ചെയ്യുന്നവരാവണം ദമ്പതിമാർ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ലോക മുസൽമാന് വേണ്ടി ദുആ ചെയ്യണം. ഇന്നത്തെ ദുആയൊക്കെ അല്ലാഹു തആല സ്വീകരിക്കും. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് യാസീൻ ഓതി, സൂറത്തുൽ ഫാത്തിഹ ഒക്കെ ഓതി നമ്മൾ എന്ത് ചെയ്യുക, അവർക്കൊക്കെ വേണ്ടി അല്ലാഹുവേ, നമ്മൾ ഈ യാസീനൊക്കെ ഓതിയിട്ട് മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. അല്ലാഹുവേ, ഈ ഓതിയ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മച്ചിയുടെ ഖബറിലേക്ക് കൊടുക്കണം, വാപ്പച്ചിക്ക് കൊടുക്കണം, അത് ഭർത്താവിന് കൊടുക്കണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കണം. നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഓതുന്നത് അത് അവർക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണമെന്ന് നമ്മൾ ഓതിയതിന് ശേഷം നല്ലവണ്ണം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂലാക്കട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.